പശ്ചിമേഷ്യൻ മേഖലയിലെ പുതിയ സംഘർഷങ്ങൾക്കിടെ നിർണായക സൗദി അമേരിക്ക സേനാ തലവന്മാരുടെ നിർണായക ചർച്ച. സൗദി സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഫയദ് അൽ റുവൈലിയും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഡെപ്യൂട്ടി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ പാട്രിക് ഫ്രാങ്കുമായി കൂടിക്കാഴ്ച നടത്തി. സൈനിക സഹകരണം ശക്തമാക്കുന്നത് ചർച്ചയായതായി ഔദ്യോഗിക ഏജൻസികൾ അറിയിച്ചു. മേഖലയിൽ ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷമായതിനു പുറമെ സൗദിയിലേക്ക് ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു സൗദി അമേരിക്ക സേനാ തലവന്മാരുടെ കൂടിക്കാഴ്ച. ചർച്ചയിലെ കൂടുതൽ വിശദാംശങ്ങൾ ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഇറാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്ന കുറ്റത്തിന് ഇസ്രായേൽ സൈനികന് 5 വർഷം തടവ് ശിക്ഷ വിധിച്ചു. വിദേശ ഏജന്റുമായി ബന്ധം സ്ഥാപിച്ചതിനും ശത്രു രാജ്യത്തിന് സഹായകമായ വിവരങ്ങൾ കൈമാറിയതിനുമാണ് സൈനികൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ഇസ്രായേൽ സൈന്യവും ഇസ്രായേൽ പോലീസ്, ഷീൻ ബെറ്റ് എന്നിവർ സംയുക്തമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കോടതി വിധി. 2025 കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. ടെലിഗ്രാം വഴി അജ്ഞാതരിൽ നിന്ന് ലഭിച്ച തൊഴിൽ വാഗ്ദാനങ്ങളാണ് സൈനികനെ ഇറാനിയൻ ഏജന്റുമാരുമായി അടുപ്പിച്ചത്. 2025 ജൂണിൽ ഇറാനുമായി നടന്ന യുദ്ധത്തിനിടെ മിസൈലുകൾ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി നൽകാൻ ഇവർ ആവശ്യപ്പെടുകയായിരുന്നു. സൈനിക താവളങ്ങളിൽ നിന്നല്ല, മറിച്ച് സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇയാൾ ഏജന്റിന് അയച്ചു നൽകിയത്. ഇതിലൊരു വീഡിയോയ്ക്ക് പ്രതിഫലമായി പണവും ലഭിച്ചു. ഓൺലൈനിൽ നിന്ന് കണ്ടെത്തിയ മിസൈൽ പതിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇയാൾ ഇവർക്ക് കൈമാറിയിരുന്നു. പിന്നീട് ഏജന്റുമാരുടെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദം താങ്ങാനാവാതെ വന്നതോടെ സൈനികൻ തന്റെ യൂണിറ്റിലെ സഹപ്രവർത്തകനോട് വിവരം വെളിപ്പെടുത്തി. തൊട്ടടുത്ത ദിവസം തന്നെ ഷിൻബെറ്റ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സൈനികന്റെ പ്രവൃത്തിയുടെ ഗൗരവം കണക്കിലെടുത്ത് 7 വർഷത്തെ തടവ് ശിക്ഷയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. എന്നാൽ സൈന്യത്തിന്റെ ഔദ്യോഗിക രഹസ്യങ്ങളോ തന്ത്രപ്രധാനമായ വിവരങ്ങളോ ഇയാൾ കൈമാറിയിട്ടില്ലെന്നതും സ്വന്തം നിലയ്ക്ക് ബന്ധം അവസാനിപ്പിച്ച് മേലുദ്യോഗസ്ഥരോട് വിവരം വെളിപ്പെടുത്തിയതും കോടതി പരിഗണിച്ചു. ഇതേ തുടർന്ന് ശിക്ഷ 5 വർഷമായി കുറയ്ക്കുകയായിരുന്നു. കൂടാതെ 1000 ഷെക്കൽ പിഴയും സൈനിക റാങ്കിൽ നിന്ന് ഏറ്റവും താഴ്ന്ന റാങ്കാക്കി മാറ്റാനും കോടതി ഉത്തരവിട്ടു. സുരക്ഷാ കാരണങ്ങളാൽ സൈനികന്റെ പേരും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്ന യൂണിറ്റും വെളിപ്പെടുത്താൻ സൈന്യം തയ്യാറായില്ല. അതേസമയം ഇറാനിലെ തെക്കൻ മേഖലകളിൽ അമേരിക്ക നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളിൽ 30 സിവിലിയൻസ് കൊല്ലപ്പെട്ടതായും 260ഓളം പേർക്ക് പരിക്കേറ്റതായും ഔദ്യോഗിക റിപ്പോർട്ടുകൾ. ഇതിനു പുറമെ ഇറാനിലെ സൈനിക കേന്ദ്രത്തിന് നേരെ US തൊടുത്ത 13 മിസൈലുകൾ പതിച്ച് 7 ഇറാനിയൻ സൈനികരും കൊല്ലപ്പെട്ടു. ഗസ്റ്റ് ഹൌസ്, ഗാർഡ് പോസ്റ്റുകൾ, താമസ സ്ഥലങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് US ആക്രമണം നടന്നത്. പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിരുന്നതുകൊണ്ടാണ് കൂടുതൽ ആളപായം ഒഴിവായതെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു. ആക്രമണത്തെ ഭീരുത്വപരമായ അക്രമം എന്ന് വിശേഷിപ്പിച്ച ഇറാനിയൻ സൈന്യം ഇതിന് ഉചിതമായ സമയത്ത് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു. തിരിച്ചടിയുടെ ഭാഗമായി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രത്യാക്രമണം നടത്തി. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദൻ എന്നിവിടങ്ങളിൽ US സൈനിക താവളങ്ങളാണ് പ്രധാനമായും ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിൽ US 5th ഫ്ലീറ്റിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നും IRGC അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.